ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കണം എന്നൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കളർഫുൾ ആയിട്ടുള്ളൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. ഒത്തിരി എക്സ്പെൻസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിൽ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഐറ്റം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ കുറച്ച് ജ്യൂസ് മുന്തിരി എടുത്തിട്ടുണ്ട്. മുന്തിരി ഞാനൊരു അരമണിക്കൂറോളം നമ്മളൊരു മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കുക്കുംബർ വേണം, ഒരു നാരങ്ങ വേണം, കുറച്ച് പുതിനയില വേണം, ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര, പിന്നെ നമുക്ക് കുറച്ച് ഐസ് ക്യൂബും വേണം. ഇത്ര ഐറ്റംസ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ഡ്രിങ്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് നമ്മുടെ ഈ ഒരു മുന്തിരി ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ ഈ ഒരു ഇഞ്ചി മുന്തിരിയും കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് തണുത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ ഈ ഒരു മുന്തിരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു ഇഞ്ചിയില്ലേ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നിങ്ങൾക്കിതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിൽ ഏലക്ക ചേർക്കണം എന്നുണ്ടെങ്കിൽ ചേർക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. അതിന് പകരമാണ് നമ്മളിവിടെ പുതിനയില ചേർത്തെടുത്തിട്ടുള്ളത്. നമുക്കൊരു ഫ്ലേവർ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ട് നിങ്ങൾക്ക് തിളപ്പിക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മൾ മുന്തിരി തിളപ്പിച്ചെടുക്കണതിലേക്ക് പഞ്ചസാര ചേർക്കുന്നില്ല. നല്ലപോലെ തിളച്ചതിന് ശേഷം നമ്മുടെ ആ ഒരു മുന്തിരിയുടെ ആ ഒരു പൾപ്പൊക്കെ നല്ലപോലെ ആയി കളർ വന്നതിന് ശേഷം നമുക്കിത് തണുത്തിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കാം. പിന്നെ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതാ ഞാനിവിടെ തിളപ്പിക്കാനായിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു പിഞ്ച് വളരെ കുറച്ച് നമ്മളിതിലേക്ക് ഒരല്പം ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ മുന്തിരിയൊക്കെ തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഞാനിതാ നമ്മുടെ ഈ ഒരു കുക്കുംബർ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതേപോലെ നടുക ഒന്ന് പൊളിച്ചെടുത്തിട്ട് നമുക്കിതിൻ്റെ ഈ ഒരു സീഡൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ കുക്കുംബറിൻ്റെ കുരുവൊക്കെ ഞാൻ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ചെറിയതാക്കി നമ്മളൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കരുത്. ഇതേപോലെ ചെറിയ നമുക്ക് കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. കട്ടിംഗ് ബോർഡിൽ വെച്ച് അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരി ഇവിടെ നല്ല പോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ആ ഒരു തൊലിയൊക്കെ മാറി മുന്തിരിയുടെ ആ ഒരു പൾപ്പൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഞാനിതാ ഒരു 1/4 കപ്പ് പഞ്ചസാര നമ്മൾ ഇതേപോലെ ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 1/4 കപ്പ് വെള്ളവും ഇതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ഞാൻ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ല പോലെ ഒന്ന് മെൽറ്റായിട്ട് വരട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ പഞ്ചസാരയൊക്കെ നല്ല പോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ കുക്കുംബർ ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം.
ജസ്റ്റ് ഒന്ന് ചൂടാറി വരണം കേട്ടോ. ഒത്തിരി അങ്ങോട്ട് തണുത്ത് പോകാനും പാടില്ല. ആ ഒരു രീതിയിൽ വേണം നമ്മുടെ. ഇനി ഞാനിതിലേക്ക് നമ്മൾ അരിഞ്ഞിട്ട് ഈ ഒരു കുക്കുംബർ ഉണ്ടല്ലോ, ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ലൈറ്റായിട്ടുള്ളൊരു മധുരം നമ്മുടെ ഈ ഒരു കുക്കുംബറിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിയൊക്കെ നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ തൊലി വേറെ ആയിട്ടുണ്ട്, ഇതിൻ്റെ പൾപ്പും വേറെ ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കാം. ഇനി ഞാനിതിലേക്ക് നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ആ ഒരു പുതിന ഇല്ലല്ലോ, അതും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്കൊന്ന് പിഴിഞ്ഞങ്ങ് ഒഴിക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. പിന്നെ നമ്മളിത് അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു മുന്തിരിയുടെ ആ ഒരു പൾപ്പ് നമുക്കിതിലേക്ക് അങ്ങ് ഒഴിക്കാം. ഇനി ഇതൊരു തവി വെച്ചിട്ട് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് അരിച്ചങ്ങ് എടുക്കാം. അപ്പോൾ ഇതാ നമ്മളിവിടെ നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് ഐസ് വാട്ടർ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് തിക്കായിട്ടാണ് നമ്മുടെ ഈ ഒരു ജ്യൂസിൻ്റെ ഒരു പൾപ്പിരിക്കുന്നത്. നമുക്ക് നോർമലായിട്ടുള്ള ജ്യൂസല്ല വേണ്ടത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതേപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. അടിച്ചെടുത്ത നമ്മുടെ ഈ ഒരു ജ്യൂസ് ഒഴിക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗർ സിറപ്പിൽ റെഡിയാക്കി എടുത്ത നമ്മുടെ ഈ ഒരു കക്കിരിക്ക ഇട്ട് കൊടുക്കും, കുക്കുംബർ ഒന്ന് മിക്സ് ചെയ്ത് അങ്ങ് എടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഒരു വെറൈറ്റി ഡ്രിങ്ക് തന്നെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളി ടേസ്റ്റ് കേട്ടോ. ഒന്നും പറയാനില്ല. നമ്മുടെ ആ ഒരു ഇഞ്ചിയൊക്കെ വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു പ്രത്യേക ഒരു ഫ്ലേവറാണ് നമുക്കിതിനുള്ളത്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.